സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്കെതിരെ കർശന നടപടിയുമായി പോലീസ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 2000-ലേറെ ഗുണ്ടകളാണ് പിടിയിലായിരിക്കുന്നത്. കാപ്പ ചുമത്തിയ പ്രതികൾ ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശരത്ത്, പോലീസിന്റെ വളരെ ശ്രമകരമായ ഒരു നടപടിയാണ്. എന്തായിരുന്നു ഈ നടപടിയുടെ ഉദ്ദേശം? ഈ ഗുണ്ടകൾക്കെതിരെ എന്ത് നടപടി തുടർന്ന് സ്വീകരിക്കും? ഫിജി, കഴിഞ്ഞ ദിവസം DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലും റെയ്ഡിലുമാണ് 2000-ലേറെ പേരെ ഇപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചത്. ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 297 പേർ പിടിയിലായി എന്നുള്ളതാണ് കണക്ക്. ഇതിൽ തിരുവനന്തപുരം സിറ്റിയിൽ 113 പേരെയും തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിൽ 184 പേരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ പ്രതികരണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. കോഴിക്കോട് ജില്ലയിലും വ്യാപകമായ നിലയിലാണ് ഈ ഗുണ്ടകൾക്കെതിരായ നടപടി ഉണ്ടായത്. 280 പേർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായി, ഈ റെയ്ഡിന്റെ ഭാഗമായി പിടിയിലായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ കോഴിക്കോട് സിറ്റിയിൽ 97ഉം കോഴിക്കോട് റൂറലിൽ 183 പേരും പിടിയിലായി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഇതേ രീതിയിൽ ശക്തമായ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കൊല്ലത്ത് 261 പേർ പിടിയിലായി എന്നാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ 257 പേരെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ ജില്ലകളുടെയും കണക്കെടുക്കുകയാണെങ്കിൽ 2000 കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സംസ്ഥാന പോലീസ് തന്നെ ഈ മുഴുവൻ കണക്കുകളും വൈകിട്ടോടുകൂടി ശേഖരിച്ച് കൃത്യമായ ഒരു വിവരം ഔദ്യോഗികമായി അറിയിക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ ഈ മുഴുവൻ ആളുകളെയും റിമാൻഡിലേക്ക് അയക്കാനുള്ള സാധ്യത കാണുന്നില്ല. ചില കേസുകളിലെ പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ സാധിക്കും. അത്തരം ആളുകളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ചില പ്രതികളുടെ കാര്യത്തിൽ കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ കാര്യത്തിൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ആഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി ഇന്നലെ രാത്രിയാണ് ആരംഭിച്ചത്. ഇന്നുകൊണ്ട് ഈ നടപടികൾ അവസാനിപ്പിക്കില്ല എന്നാണ് ഓരോ പോലീസ് മേധാവികളും ജില്ലാ പോലീസ് മേധാവികളും നൽകുന്ന വിവരം. പകരം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ പരിശോധനയും അതുപോലെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ശരത്. അന്തരിച്ച ഗായിക വാണി ജയറാമിന് യാത്രാമൊഴിയേകി സംഗീതലോകം. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ചെന്നൈ വസന്തനഗറിലെ വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു.